എനിക്കിന്ന് രാമശ്ശേരി ഇഡ്ലിയാ. രാവിലെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നതാ. രാമശ്ശേരി ഇഡ്ലിയോ? അതിനെന്താ പ്രത്യേകത? ആദ്യം നീ കഴിച്ചു നോക്ക്. ഇത് സൂപ്പർ ടേസ്റ്റ് ആണല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതെവിടുന്നാ വാങ്ങിയേ? എനിക്ക് അനിയന് വാങ്ങിക്കൊടുക്കണം. അതെന്റെ വീടിന്റെ അടുത്തുള്ള കടയാ. സ്കൂള് കഴിഞ്ഞു പോവാം. ചേട്ടാ, രാവിലെ അച്ഛൻ വാങ്ങിയ ആ ഇഡ്ലി ഉണ്ടോ? അച്ഛൻ വാങ്ങിയ ഇഡ്ലിയോ? അങ്ങനെ ഒരു ഇഡ്ലി ഇവിടെ ഇല്ലല്ലോ മോനെ. ചേട്ടാ, നല്ല ടേസ്റ്റ് ഉള്ള ആ ഇഡ്ലി അതാ വേണ്ടത്. ഓ, രാമശ്ശേരി ഇഡ്ലിയാണല്ലേ? ചേട്ടാ, ഈ ഇഡ്ലിക്ക് എന്താ ഇത്ര ടേസ്റ്റ്? ആരുണ്ടാക്കിയാലും ഈ ടേസ്റ്റ് കിട്ടും മോനെ. പക്ഷെ ഉണ്ടാക്കുന്ന രീതിയാണ് പ്രധാനം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പച്ചരിയും ഉഴുന്നും ഒരേ അളവിലെടുക്കുക. ശേഷം അവ പ്രത്യേകം 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർക്കണം. കുതിർന്ന അരിയും ഉഴുന്നും പ്രത്യേകം അരയ്ക്കണം. ഇഡ്ലി കൂടുതൽ മൃദുവാകാൻ അരയ്ക്കുമ്പോൾ 1/2 കപ്പ് അവല് കൂടി ചേർക്കാം. മാവ് ചെറുതായി തരിയുള്ള രീതിയിലായിരിക്കണം. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കണം. ഇനി മാവ് 8 മുതൽ 10 മണിക്കൂർ വരെ പുളിക്കാൻ വെക്കണം. അപ്പോഴാണ് രാമശ്ശേരി ഇഡ്ലിക്ക് അതിന്റെ പ്രത്യേക മൃദുത്വം ലഭിക്കുന്നത്. രാമശ്ശേരി ഇഡ്ലിയുടെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ്. പ്രത്യേകമായി തുണി വിരിച്ച പാത്രത്തിലാണ് ഇത് ആവിയിൽ വേവിക്കുന്നത്. അതിനാലാണ് വായിൽ അലിഞ്ഞു പോകുന്ന രുചിയും ഉള്ളതാകുന്നത്. ചേട്ടാ, 2 പ്ലേറ്റ് ഇഡ്ലി.